ജമ്മു കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ മരണപ്പെട്ടവരും പോലീസുകാരും ഒഫീഷ്യൽസുമാണ് അതിൽ പരിക്കേറ്റവരും. അപ്പോൾ ഇത് വളരെ ബാലിശമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇത്തരം വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്തിനാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ രാജമദ്യം പിടിച്ചുകൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണോ? അല്ല. അപ്പോൾ ഇത്തരം ഭീകരമായ സ്ഫോടക വസ്തുക്കൾ അത് കൈകാര്യം ചെയ്യേണ്ട സ്ഥലത്ത് അത് അത് പോലീസ് സ്റ്റേഷനല്ല കൈകാര്യം ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനല്ല, മറ്റൊരു സ്ഥലത്ത്, ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നത് സ്റ്റോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതംപ്രഥമമായി അത് നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിയമപ്രകാരം എന്ന കണക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത്തരം ബാലിശമായ പ്രവർത്തനങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാത്ത വിധത്തിൽ ഈ രാജ്യത്തൊരു നിയമം, ഇതിനൊരു പ്രോട്ടോക്കോൾ കൊണ്ടുവരേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ ഒരു പ്രശ്നം, മതം എന്നൊരു അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നൊരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് ലോകം മുഴുവൻ ഈ കൊലപാതകവും കൂട്ടബലാത്സംഗവും അതുപോലെ തന്നെ നിരപരാധികൾക്കിടയിൽ ബോംബ് പൊട്ടിക്കുക, അല്ലേ? നമ്മൾ അവസാനം കണ്ടത് നമ്മളെ ഹൃദയസ്പർശിയായ നമ്മുടെ മലയാളികളെ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ശ്രീലങ്കയിലാണ്. അപ്പോൾ അവർ അവിടെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ചു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഖുർആൻ എഴുതിയ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്രായേലുകാരുടെ സകല ആളുകളെയും ഇവർ കോപ്പി അടിച്ചെടുത്തിട്ടുണ്ട്. ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് മാത്രമേ ലോകത്തിൽ പ്രവാചക പാരമ്പര്യമുള്ളൂ. ഒരു ജനതയ്ക്ക് മാത്രമേ ലോകത്തിൽ ഇത്രയും ആധികാരികമായ ചരിത്രമുള്ളൂ. അപ്പം അബ്രഹാം, മോശ, സോളമൻ, സുലൈമാൻ, യൂനുസ്, ഇങ്ങനെയുള്ള സകല ആളുകളെയും അവരുടെ പേരുകളും സാമ്യമായ കഥകളും ഒക്കെ കോപ്പി അടിച്ചെടുത്തിട്ട് അവരെ കൊല്ലാൻ നടക്കുക എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കി. അബ്രഹാമിനെ വിളിച്ചതൊരു ദൈവമാണ്. ആ ദൈവം വെറുതെ ഗോപ്യമായിട്ട് ഇങ്ങനൊരു ദൈവം സംസാരിച്ചു എന്ന് പറയുകയല്ല. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ അതിന് സാക്ഷിയായിരുന്നു എന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് ലോകം മുഴുവൻ മതപരിവർത്തനം നടത്താനോ അല്ലെങ്കിൽ മറ്റ് ജനതകളെ കൺവിൻസ് ചെയ്യാനോ ആയിട്ട് അവരെഴുതി വെച്ചതല്ല. ഇവരെഴുതി വെച്ചത് അവരുടെ തന്നെ തലമുറകൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അബ്രഹാത്തിൻ്റെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ: യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ മനുഷ്യരാശിയുടെ രക്ഷകനായി പിറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് ഇവർ അബ്രഹാം തൊട്ടുള്ള തലമുറകൾ